യുവതാരങ്ങളുടെ പ്രകടന മികവിൽ ടീം ഇന്ത്യ മറ്റൊരു പരമ്പര കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക ടീമുകൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയാണ് ടീം ഇന്ത്യ ഇപ്പോൾ 4-1 സ്വന്തമാക്കിയത്. പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ യുവതാരങ്ങളാണ് ഇപ്പോഴത്തെ T20 ടീമിൽ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. സീനിയർ താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ടീം ഇന്ത്യ യുവതാരങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച മികവ് കാട്ടുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പരമ്പര നേടിയതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെത്തിയത്. ഈ പരമ്പരയിൽ ടീം ഇന്ത്യയുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ടീമിലുള്ള ഓരോ താരവും അറിഞ്ഞു കളിക്കുമ്പോൾ തന്നെയാണ് മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നത്. ഓരോരുത്തരും അവരെ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി തന്നെ നിർവഹിച്ചപ്പോൾ പരമ്പരയിൽ തനിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ല എന്നാണ് സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ആദ്യം പറഞ്ഞത്. എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തതിന്റെ 100% ഫലമാണ് താരങ്ങൾക്ക് ഈ പരമ്പരയിൽ ലഭിച്ചത്. 5ാം T20യിൽ അഭിഷേക് ശർമ്മയുടെ പ്രകടനം പ്രശംസ അറിയിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ലഭിക്കുന്ന ഓരോ പ്രാക്ടീസ് സെഷനുകളിലും അവൻ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കളിയുടെ ആരംഭം മുതൽ ഏറ്റവും കോൺഫിഡൻസിൽ തന്നെയാണ് അവൻ ബാറ്റ് വീശിയത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഇനിയും മികച്ച സംഭാവനകൾ അഭിഷേക് ശർമ്മയ്ക്ക് നൽകാനായി സാധിക്കുമെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ഒരു മത്സരത്തിൽ നിറം മങ്ങിയാൽ അടുത്ത മത്സരത്തിൽ 10 മടങ്ങ് തിരിച്ചുവരാൻ കെൽപ്പുള്ള താരങ്ങളാണ് ഓരോരുത്തരും. ടീമിന്റെ പ്രകടനത്തിൽ അങ്ങേയറ്റം സന്തോഷവാനാണ് എന്നും ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ട താരങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. പരമ്പരയിലുടനീളം ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയ 2 താരങ്ങൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മലയാളി താരം സഞ്ജു സാംസണുമായിരുന്നു. ബാറ്റിംഗിൽ വേണ്ടത്ര ഒരു കോൺട്രിബ്യൂഷൻ ഇരു താരങ്ങൾക്കും നൽകാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ മത്സരശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രതികരണവും സഞ്ജു സാംസണ് അനുകൂലമായിരുന്നു. ഓരോ താരങ്ങളുടെയും ഫോം തീർച്ചയായിട്ടും ഡിപ്പെൻഡബിൾ ആണ്. ചില താരങ്ങൾക്ക് ചില മത്സരങ്ങളിൽ മികവ് കാട്ടാൻ സാധിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകി ടീമിന്റെ ഭാഗമാക്കുകയാണ് വേണ്ടതെന്നാണ് കോച്ച് ഗൗതം ഗംഭീർ പ്രതികരിച്ചത്. ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് T20 മത്സരങ്ങൾ അടുത്തൊന്നും വരാനായില്ല. അതുകൊണ്ട് തന്നെ ഇനി T20യിലേക്കുള്ള ടീം ഇന്ത്യയുടെ സെലക്ഷൻ തീർച്ചയായിട്ടും താരങ്ങളുടെ IPLലെ പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.